അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കരമാങ്ങയാണ്. അപ്പോൾ ചക്കരമാങ്ങ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പച്ചമാങ്ങ നമുക്ക് ഇതുപോലെ കട്ടില്ലാതെ ഒന്ന് പൂണ്ടെടുക്കണം. അപ്പോൾ ഞാനിതാ 2 പച്ചമാങ്ങ കട്ടില്ലാതെ ഇവിടെ പൂണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവാപ്പൊടി വേണം, കായപ്പൊടി വേണം, മുളകും പൊടി, ശർക്കര, ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ചക്കരമാങ്ങ തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ 2 ശർക്കരച്ചി ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ ഉരുക്കി വെച്ച് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ശർക്കര ഉരുക്കിയത് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് എരിവില്ലാത്ത മുളകും പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളക്കണ്ട, ഒന്ന് നല്ലോണം ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പൊട്ടണ ഭരണിയാണ്. ഞാൻ ഈ പൊട്ടണ ഭരണിയിലാണ് ചക്കരമാങ്ങ തയ്യാറാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് നമ്മളിവിടെ പൂണ്ട് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങൻ്റെ ഓരോ പീസും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ മാങ്ങാപ്പൂളൊക്കെ ഞാൻ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയും മുളകും എല്ലാം കൂടെ ഇവിടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ ശർക്കരയും മുളകും പൊടി എല്ലാം കൂടെ ഇവിടെ കലക്കി വെച്ച് അതൊന്ന് ചൂടാക്കി ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചക്കരമാങ്ങ തയ്യാറാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ നമ്മുടെ നല്ല ടേസ്റ്റിയായ ചക്കരമാങ്ങ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഒരു കയ്യിലേറ്റോ സ്പൂണേറ്റോ ഒന്ന് അമർത്തി കൊടുക്കണം. ഈ ഒരു ലായനിയിൽ മുങ്ങിക്കെടുക്കണം മാങ്ങാപ്പൂള്. അപ്പോഴാണ് നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. ഈ ഒരു മാങ്ങാപ്പൂളുമക്ക് മധുരവും എരിവും ഒക്കെ പിടിച്ച് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ്. ഞാനിതിലേക്ക് സുർക്ക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ എണ്ണ, വെളിച്ചെണ്ണ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്തായാലും ഒരു 5-6 ദിവസം കഴിയണം. കാരണം ഇതിൽ സുർക്ക ഒഴിച്ചിട്ടില്ല, പിന്നെ മാങ്ങ വേവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇതുപോലെ ഇരുന്നാലേ നമ്മളെ ചക്കരമാങ്ങ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.